ഹലോ, നമുക്കിന്ന് ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയാലോ? ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടാക്കുന്ന വീഡിയോസൊക്കെ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനിത് പുറത്തു പോയി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ നാളായി പോയി കഴിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അതങ്ങോട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വീട്ടിലെന്നാൽ ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ തുടങ്ങി വെച്ചൊരു പരിപാടിയാണ് ഇത്. വീട്ടിൽ കഴിക്കാൻ ആൾ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങളെ എടുക്കുന്നുള്ളൂ. അത്തായും അമ്മായും ഒരുപാട് ഫുഡൊന്നും കഴിക്കാത്ത കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ നമുക്കത് വേസ്റ്റായി പോകും. ശരിക്കും പറഞ്ഞാൽ ടൊമാറ്റോ റൈസ് കഴിക്കാനുള്ള ഒരു കൊതി തോന്നിയത് എൻ്റെ ഒരു കസിൻ പോയി കഴിച്ചിട്ട് വന്നിട്ട് പറഞ്ഞപ്പോഴാണേ. എന്നാൽ പിന്നെ നമുക്കും അവിടെ തന്നെ പോയി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചെങ്കിലും സമയം അങ്ങോട്ട് തീരെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് എന്നാൽ പിന്നെ ഇതുണ്ടാക്കി കഴിക്കാം, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴിച്ചിട്ട് വന്ന ആക്കും കൂടി കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ചേ. അത്ര ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ ഇത്. എന്നാലും ഞാൻ 1-2 റെസിപ്പി വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയായിരുന്നേ. എന്നിട്ട് ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിലങ്ങ് ചെയ്തു. എനിക്കാണെങ്കിൽ സ്പൈസി ആയിട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ നന്നായിട്ട് എരിവ് ചേർത്തിട്ടുണ്ടായിരുന്നേ. എന്തായാലും പരീക്ഷണം പാളിയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റി ആയിരുന്നു സാധനം. അങ്ങനെ ഒരു സാധനം കൂടി ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചതിൻ്റെ സന്തോഷത്തിലാട്ടോ ഇപ്പോൾ. 2-3 വർഷങ്ങൾക്ക് മുമ്പ് പേളി ചേച്ചി ഈ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നത് കണ്ടപ്പോൾ തൊട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, കഴിച്ചു നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അന്ന് കുക്കിങ്ങിനോട് ഇത്ര താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും നടന്നില്ല. പിന്നെ താല്പര്യം ഉണ്ടായ ടൈമിൽ ഇതിനെപ്പറ്റി ഓർത്തതുമില്ല. ഇപ്പം എന്തായാലും ഇതെല്ലാം ഉള്ളത് കൊണ്ട് നമുക്കങ്ങ് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ മസാലയുള്ള ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അത് ബിരിയാണി ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് മസാലയുള്ള ചോറാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഈ മധുഹൂത്തൊക്കെ പോലെ കുക്കറിൽ വെക്കുന്നതായതുകൊണ്ട് തന്നെ എല്ലാ മസാലയും ആ ചോറിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എക്സ്ട്രാ കറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നന്നായിട്ട് കഴിക്കാനും പറ്റും. എനിക്കതുകൊണ്ടാണ് ഈ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എന്നാലും ഞാൻ ഇതിൻ്റെ കൂടെ ചെറിയൊരു സലാഡും കുറച്ച് അച്ചാറും ഒക്കെ കൂട്ടിയാണ് കേട്ടോ കഴിച്ചത്. അല്ലാതെ കഴിക്കാനാണെങ്കിലും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ കുക്കിംഗ് ചെയ്യലും വീഡിയോ എടുക്കലും എല്ലാം കൂടി ആകുമ്പോൾ ഇത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ഉള്ളൊരു പരിപാടിയാണേ. അതുകൊണ്ട് തന്നെ ഇസു ഉറങ്ങിയ ടൈമിൽ ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങി. ഏകദേശം ഒരു 11:30 ആയപ്പോൾ തുടങ്ങിയിട്ട് ഒരു 1 മണി ആയപ്പോഴേക്കും സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാടധികം സാധനങ്ങളൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ മസാലയുള്ള ചോറ് ഇഷ്ടമുള്ളവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും. സത്യം പറഞ്ഞാൽ ഇതുണ്ടാക്കി ഫ്രഷായിട്ട് കഴിച്ചതിനേക്കാട്ടിൽ കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയത് രാത്രിയിൽ കഴിച്ചു നോക്കിയപ്പോഴാട്ടോ. നമ്മളിത് ഉച്ച ടൈമിലേക്കായിരുന്നല്ലോ ഉണ്ടാക്കിയത്. രാത്രിയിൽ കഴിച്ചപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നി. എന്താ അതിൻ്റെ കാരണം എന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് പരിപാടികളൊന്നും ഇല്ലാതെ തട്ടിക്കൂട്ടി പെട്ടെന്ന് ഉച്ചയ്ക്കൊരു ഊണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഇത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു കാരണം ഉണ്ടാകത്തില്ല. കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇത് ഹോളിഡേയ്സിൽ അവർക്കൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്ക്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് ആദ്യം കഴിച്ചുകൊണ്ട് തന്നെ എന്തായാലും ഇതൊന്ന് പുറത്തുപോയി പരീക്ഷിച്ചേ പറ്റത്തുള്ളൂ. ടേസ്റ്റിൽ എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.